വിശ്വസിക്കാം, കാരണം 3 വിസിൽ അടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ സൂപ്പറായിട്ട് വെന്തിട്ടുമുണ്ട്. ചാറ് നല്ല സൂപ്പറാണ്. തീർന്നില്ല, നമുക്ക് കുറച്ച് പണിയുടെ ബാക്കിയുണ്ട്. നമുക്ക് ഫൈനൽ ടച്ചാണ്. നമുക്കൊരു പാൻ എടുക്കാം, അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായിരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുകിടാം. കടുക് ശരിക്ക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഒരു കറിയും കൂടെ കൂടെ ഒഴിക്കാം. ആഹാ, നല്ല സ്മെല്ല്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കതിലേക്ക് കുറച്ച് മല്ലിച്ചീരയും കൂടെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വരും. അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റും ആവും. സംഭവം റെഡി ആയിട്ടുണ്ട്. ബീഫിൻ്റെ നാക്കുകൊണ്ട് അടിപൊളിയായിട്ടുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇനി നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കുറച്ച് ചോറ് ഇട്ട ശേഷം അതിലേക്ക് കറിയും കൂടി ഒഴിച്ചൊരു പിടി അങ്ങ് പിടിച്ച് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ട്രൈ ചെയ്യാം. സ്മെല്ല് സാധാരണ നമ്മുടെ ഒരു ബീഫ് കറിയുടെ അതേ സ്മെല്ല് തന്നെയാണ്. ടേസ്റ്റും അതുപോലെ തന്നെ. ഓ, ചൂടാ. നമ്മൾ സാധാരണ ബീഫിൻ്റെ ഇറച്ചി ഉപയോഗിച്ച് എങ്ങനെ കറി വെക്കുന്നോ ഉണ്ടാകുന്ന ആ ടേസ്റ്റിനേക്കാളും നല്ലത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിന് ശരിക്കും നല്ല ഫാറ്റൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. അടിപൊളിയാണ്. ഇത് ശരിക്കും കപ്പയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നുള്ളൂ. അടിപൊളി സെറ്റപ്പ് തന്നെയാണ്. എന്നാൽ ഇത്രയും ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ നേരത്തെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് വെക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ശരിയാവോ ഇല്ലയോ എന്നുള്ള കാര്യം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു കറി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ.